Hello, good morning. Good morning, Miss. Good morning, Miss. Morning, all of you. Reayo, എല്ലാവരും. Yes. ഇന്നലെ നമ്മൾ പഠിച്ചതൊക്കെ വായിച്ചൊക്കെ നോക്കിയോ? വായിച്ച് ക്ലിയർ ആക്കിയോ എല്ലാവരും? ഓക്കെ. യെസ്. സോ നമുക്കിന്ന് ബാക്കി ഭാഗം എടുക്കാം. റെക്കോർഡിംഗ് ഒക്കെയാണ് കേട്ടോ. റെക്കോർഡ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയുള്ളൂ. ചിലപ്പോൾ ഇവിടെ അധികം പിള്ളേരെ കാണാത്തതുകൊണ്ട് ഓപ്പൺ ആക്കിയിട്ട് റെക്കോർഡ് ഓൺ ആക്കാന്ന് വിചാരിക്കും. അപ്പോഴാണ് വിട്ടു പോണേ. ഓക്കെ. സോ ഇഷ്യൂയിങ് ദ ഡിസാസ്റ്റർ അലർട്ട് അല്ലെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത്. ആ ഒരു 2 പാരഗ്രാഫാണ്. അപ്പൊ ഡിസാസ്റ്റർ അലേർട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഓൾ ഓഫ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് അബൌട്ട് ദ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു അനൗൺസ്മെന്റ് നമ്മൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. എല്ലാവരെയും അലേർട്ട് ആക്കുക, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ആളുകൾക്ക്, അവിടുത്തെ ഹെഡുകൾക്കാണ്. ആ ഹെഡിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക ബൈ ദ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്, അതായത് ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇപ്പൊ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെ ഒരു ക്രിസ്പ് ആൻഡ് ഷോർട്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ, വളരെ ലഘുവായിട്ടും ലളിതമായിട്ടും വളരെ ക്രിസ്പ് ആയിട്ടുമാണ് ഈ ഒരു ടെലിഫോണിക് മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലെ. വായിച്ചതാണല്ലോ ഇവിടെ വരെയല്ലേ നമ്മൾ എടുത്തത്. അടുത്ത ഭാഗത്തേക്ക് പോകുകയാണ്. ആൻഡ് അറ്റ് ദിസ് സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇൻഫോർമേഷൻ മെസ്സേജ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഹെഡ് ഓഫ് ഈച്ച് എവറി ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ്. ഓരോ യൂണിറ്റിന്റെയും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എന്താ പറയാ ഹെഡിലേക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്നു. അത് എന്താ പറയാ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഈ കൊണ്ടുവരുന്ന എല്ലാ കാഷ്വാലിറ്റീസിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി, ട്രീറ്റ്മെന്റ് വൈസ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും തരത്തിലുള്ള മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ്, സർവീസസ് ഏതായിക്കോട്ടെ. അപ്പൊ എവറി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓൾസോ ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള അലേർട്ട് ഈ പറയുന്ന എല്ലാ വിഭാഗത്തിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ ഒരു സ്റ്റേജിൽ. മനസ്സിലായോ? ദാറ്റ് മീൻസ് ആ ഒരു സ്റ്റേജിൽ ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടുമ്പോഴാണ് എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ഷുഡ് ബി റെഡിലി അവൈലബിൾ. അപ്പൊ എന്ത് ചെയ്യണം? മറ്റ് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ടെലഫോണിക് കോൺവെർസേഷൻസിന് അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുള്ള മറ്റൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ എന്ത് ചെയ്യണം? അവർ വളരെ റെഡി ആയിരിക്കണം, അവർ റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂപ്രണ്ടോ ഒക്കെ, മെഡിക്കൽ സൂപ്രണ്ടോ ഒക്കെ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻസ് നമ്മുടെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് സമയവും ദേ ഷുഡ് ബി അവൈലബിൾ റെഡിലി. പെട്ടെന്ന് അവരെ കിട്ടണം. അല്ലാതെ കുറെ പ്രാവശ്യം ശ്രദ്ധിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെ കിട്ടുന്നില്ല, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എന്നിട്ട് ഈ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും. അതുകൊണ്ട് അവരെപ്പോഴും അലേർട്ട് ആയിരിക്കും. ആൻഡ് നമ്മൾ പറഞ്ഞു നേരത്തെ, ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ ഷുഡ് ബി ഓൾസോ അവൈലബിൾ അറ്റ് ഓൾ ടൈംസ് ത്രൂ ഫോൺ. ടെലഫോൺ മുഖേന
ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഇവര് ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് ഒരു അലർട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ ഏത് സമയവും ഹോസ്പിറ്റലിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററോ ഇവരെപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഇവരെയും നമുക്ക് പെട്ടെന്ന് ഫോണിൽ കിട്ടണമെന്ന് മനസ്സിലായി. അപ്പൊ അവരുടെ ഫോണുകളും എപ്പോഴും എന്താ പറയാ മറ്റ് തരത്തിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ നമ്മൾ എൻഗേജ്ഡ് ആകാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫോൺ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇഫ് ദർ ഈസ് സം റേഡിയോ പേജിംഗ് സിസ്റ്റം ഇൻ ദ ഹോസ്പിറ്റൽ, ദാറ്റ് മെത്തേഡ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ്. ഈ റേഡിയോ പേജിംഗ് സിസ്റ്റമില്ലേ, അതായത് വൺ വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് റേഡിയോ പേജിംഗ് എന്ന് പറയുന്നത്. അത് ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കോ സം മെസ്സേജസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് അങ്ങോട്ടേക്ക് പറയാൻ വേണ്ടി മാത്രം. ഇപ്പൊ നമ്മള് പോലീസുകാരൊക്കെ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവര് ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും വല്ല ക്രൈസിസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഗിൽറ്റി ഒഫൻസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റോഡുകളിലൊക്കെ എന്താ പറയാ അവിടെ ഇവിടെയൊക്കെ പോലീസുകാർ നിൽക്കും അല്ലെ. അവര് ഈ പറയുന്ന ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും മർഡർ ഒക്കെ ചെയ്തത് രക്ഷപ്പെട്ടേക്കണ ആളെ പിടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടേക്കണേ കൂടുതലും അല്ലെ, നമ്മള് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാവില്ല, പക്ഷെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ദേ യൂസ് റേഡിയോ പേജിംഗ് സിസ്റ്റം. ഈ പറയുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോ എറണാകുളത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാര് അവര് അവിടെ എവിടെയെങ്കിലും ആളുകളെ ഇങ്ങനെ സംശയാസ്പദമായി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തൃശ്ശൂരുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കാനോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അവരെ അവിടെയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നമ്മൾ പേജിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുക. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, ഇതിലൂടെ കാര്യം പറയുന്നു. അത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, തിരിച്ചിങ്ങോട്ടില്ല, ഒരു സൈഡിലേക്ക് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് ആ ഹോസ്പിറ്റൽസിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതും അവർക്ക് ഉപയോഗിക്കാം. കാരണം അവിടെ ഇങ്ങോട്ട് നമുക്കൊന്നും കേൾക്കണ്ട, അയ്യോ ഞങ്ങൾ ഇപ്പൊ റെഡി അല്ലല്ലോ, ഡിസാസ്റ്ററിനെ കൊണ്ടുവരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇപ്പൊ റെഡി അല്ല, ഞങ്ങൾ ഇന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയൊന്നുമില്ല. whatever it is communicated should be acted അല്ലെ. എന്താണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് പ്രാവർത്തികമാക്കാൻ ആക്ട് ചെയ്യാനായിട്ട് നിർബന്ധിതരാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും ആരെങ്കിലും ഒക്കെ എന്താണ് എപ്പോഴും ടെലിഫോണിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ they can use radio paging system to pass the informations. ഈ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. The director or hospital administrator should be available on telephone at all times. If the hospital has a radio paging system, this information could be disseminated through the system passed. Disseminated means communicated അല്ലെങ്കിൽ passed. അതങ്ങോട്ടേക്ക് അറിയിക്കാനായിട്ട് ഈ ഒരു സിസ്റ്റം ഹോസ്പിറ്റൽസിൽ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. Then disaster alert നടന്നു കഴിഞ്ഞാൽ what are the provisions to be made immediately? ഒരു ഡിസാസ്റ്റർ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചില സൗകര്യങ്ങൾ, ചില പ്രൊവിഷൻസ്, ചില എന്താ പറയാ നമ്മൾ ഒരുക്കങ്ങൾ അല്ലെ, ഒരു ഒരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടി വരും. അങ്ങനെ ചില ഒരുക്കങ്ങളെ കുറിച്ചിട്ടാണ് ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഡിസാസ്റ്റർ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. സം ഓഫ് ദ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് halting of routine surgeries, conclusion of surgeries going on and transfer of such post operative cases elsewhere. എന്ന് വെച്ചാൽ halting of routine surgeries. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽസിൽ സാധാരണഗതിയിലാണെങ്കിൽ ഓർഡിനറി ഡേയ്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡോക്ടർമാരെ സർജന്മാര് ഓരോ രോഗികളുടെ ഇങ്ങനെ ഓപ്പറേഷൻസിന് വേണ്ടി ഓരോ ദിവസമൊക്കെ നിശ്ചയിച്ച് ചെയ്ത് ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇന്നാളുടെ ഓപ്പറേഷൻ ഇന്നത് അല്ലെ. ഇപ്പൊ ചിലപ്പോ ഗൈനക്കോളജി വിഭാഗമാണെങ്കിൽ അവിടുത്തെ ഓരോരോ പേഷ്യൻസ് കുറെ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നാളുടേത് ഇന്നത്, ആദ്യം ഇന്ന പേഷ്യന്റിന്റെ എക്സിന്റെ, അടുത്തത് ഇത്ര സമയത്തിന് വൈഡ് ഓപ്പറേഷൻസ് സർജറി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഏത് ഓപ്പറേഷൻ തിയേറ്ററും ഷാൽ ബി എൻഗേജ്ഡ്, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, സർജറീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങള്, അവിടെ അത്തരം സർജറീസ് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും വലിയ അത്യാവശ്യം എമർജൻസി അല്ലാത്ത സ്ഥലങ്ങളുള്ള സർജറീസ് ഉണ്ടെങ്കിൽ ടു ഹോൾട്ട് ഇറ്റ് എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. ഇന്നത് ചെയ്യേണ്ട. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഈ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയാണ്. സോ അവര് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടാന്നുണ്ടെങ്കിൽ തന്നെയും ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ. അപ്പൊ ഈ പറയുന്ന ഡോക്ടേഴ്സ്, സർജൻസ് ഒക്കെ ചിലപ്പോൾ ഇവിടെ വേണ്ടി വരും അല്ലെ, കൂടുതൽ ആളുകൾ ഇവിടെ വേണ്ടി വരും. അപ്പൊ ഒരു റുട്ടീൻ നടക്കുന്ന സർജറീസ് നമുക്ക് അന്നേരം കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ റുട്ടീൻ രീതിയിൽ നടക്കുന്ന സർജറീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടി വരും. ഇനി കൺക്ലൂഷൻ ഓഫ് സർജറീസ് വിച്ച് ഇസ് ഗോയിങ് ഓൺ. ഈ ഡിസാസ്റ്റർ എപ്പോ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇൻ ബിറ്റ്വീനിൽ ഒരു സർജറി നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും,
ചിലപ്പോൾ സർജറീസ് പലതും അവിടെ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തായിരിക്കും പെട്ടെന്ന് ഡിസാസ്റ്റർ അലേർട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? പകുതിക്കിട്ടിട്ട് പോകല, പെട്ടെന്ന് അത് അവസാനിപ്പിക്കാനുള്ള പ്രൊസീജിയേഴ്സ് വരും. എന്ന് വെച്ചാൽ കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇനി എന്തെങ്കിലും കുറച്ചുകൂടി മാറ്റി വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഇതാണെങ്കിൽ ട്രാൻസ്ഫർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസസ്, അതായത് ഓപ്പറേഷൻസിന് ശേഷം ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാം. പിന്നീടത്തേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ എന്തൊക്കെ പ്രൊവിഷൻസ് whatever can be made in order to save the lives of disaster victims shall be taken. എന്തൊക്കെ നമുക്ക് ഒരുക്കങ്ങൾ ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഒരുക്കങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നടത്തേണ്ടി വരും. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസിനെ പെട്ടെന്നാക്കുക, ഒരു സ്പീഡപ്പ് ആക്കുക, കൺക്ലൂഡ് ചെയ്യുക. ഇനി മാറ്റിവെക്കാൻ പറ്റുന്നതിനെ മാറ്റിവെക്കുക. ഇന്ന് എന്തെങ്കിലും സർജറി നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. All these things have to be taken into mind. ഇതൊക്കെ നമ്മൾ മനസ്സിൽ എന്താ പറയുക ഓർത്തോളണം. ഇന്ന കാര്യങ്ങളൊക്കെ പ്രൊവിഷൻസ് ആയിട്ട് നമുക്ക് ഡിസാസ്റ്റർ അലേർട്ടിൽ വേണം. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? First point clear ആണോ? Yes. Second one, clearing of surgical wards and wards of other specialist surgical departments of mobile patients and patients no longer requiring urgent hospital treatment. ഇനി എന്താ? ഇനി ഹോസ്പിറ്റലിന്റെ വാർഡുകളിൽ നമുക്ക് സൗകര്യങ്ങൾ വേണം. പെട്ടെന്ന് ഇതുപോലെയുള്ള കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളുകളെ കുറച്ചുകൂടി നിരീക്ഷണത്തിൽ വേണമെങ്കിൽ അവരെ വാർഡിലേക്ക് ഒക്കെ മാറ്റേണ്ടി വരും. അപ്പൊ വാർഡുകളൊക്കെ ഒന്ന് സർജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോയേക്കണ പേഷ്യൻസിനൊക്കെ കിടത്തിയിരിക്കുന്ന വാർഡുണ്ട്. ആ വാർഡുകളിലൊക്കെ ഒരുവിധമൊക്കെ ഭേദമായവരെയൊക്കെ വേണമെങ്കിൽ അവരെ ക്ലിയർ ഓഫ് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ സർജിക്കൽ വാർഡൊക്കെ ഒന്ന് ഒരുക്കുക. പറ്റുന്നവരെയൊക്കെ നമുക്ക് അങ്ങനെ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് സ്പെഷ്യലിസ്റ്റ് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപാട് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, അവിടെയൊക്കെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ട് അഡ്മിറ്റ് ആയവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നടക്കാനൊക്കെ പറ്റുന്ന പേഷ്യൻസ്, ഇപ്പൊ കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, കണ്ണിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു പേഷ്യന്റിനെ വാർഡില് ജസ്റ്റ് എന്താ പറയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. സോ ദേ ആർ മൊബൈൽ പേഷ്യൻസ്. അവരെയൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. അവരെയൊക്കെ നമുക്ക് അടുത്ത എവിടെയെങ്കിലേക്കൊക്കെ മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോ ഇൻ കേസ് അവർക്ക് വലിയ പ്രശ്നമില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തവരോട് വീട്ടിൽ പോയാൽ മതി, ഇത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വന്ന് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അർജന്റ് റിക്വയർമെന്റ് ഇല്ലാത്ത റിക്വയർമെന്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്യാം. അപ്പൊ ക്ലിയറിംഗ് ഓഫ് സർജിക്കൽ വാർഡ്സ് ആൻഡ് വാർഡ്സ് ഓഫ് അതർ സ്പെഷ്യലിസ്റ്റ് surgical departments of mobile patients and patients no longer requiring urgent hospital treatment. പെട്ടെന്ന് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ലാത്ത പേഷ്യൻസിനും നടന്നൊക്കെ പോയിട്ട് എന്താ പറയാ ട്രീറ്റ്മെന്റിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാർഡുകളിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിലേക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ക്ലിയർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? യെസ്. അടുത്തത് എസ്റ്റാബ്ലിഷിംഗ് അഡീഷണൽ എമർജൻസി ബെഡ്സ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എമർജൻസി ആയിട്ട് കുറച്ച് ബെഡ് ആവശ്യമുണ്ട്. അപ്പൊ അഡീഷണൽ എമർജൻസി ബെഡുകൾക്കുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെ നമുക്ക് പ്രത്യേകം സൗകര്യം ഒരുക്കി അഡീഷണൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ബെഡ് കപ്പാസിറ്റി, അതാണ് ഒരു ഹോസ്പിറ്റലിന്റെ സൈസിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലേ? ഹോസ്പിറ്റൽസിന്റെ സൈസ് ഡിപെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ബെഡ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ അല്ലെ? ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവണമല്ലോ. ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പം നിർണ്ണയിക്കുന്നതിന്റെ ബെഡ് കപ്പാസിറ്റി നോക്കിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയിലുള്ള പേഷ്യൻസിനെ അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ബിയോണ്ട്, അതിന് കൂടുതൽ അപ്പുറമുള്ള അഡ്മിഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പോകും? അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ റിമൂവ് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്ത് വിട്ടിട്ടാണ് അടുത്ത ആളുകൾക്ക് ഓക്യുപൈ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ പറ്റുള്ളൂ. അതല്ലേ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ ഇപ്പൊ ഒരു 100 ബെഡ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ മാക്സിമം 100 പേഷ്യൻസിനെയാണ് അവർക്ക് അഡ്മിഷന് സമയം പറ്റുള്ളൂ. അതല്ല അതിൽ കൂടുതൽ പേഷ്യൻസ് കൂടുതൽ അഡ്മിറ്റഡ് ആകണമെങ്കിൽ അവര് എന്ത് ചെയ്യണം? നേരത്തെയുള്ള പേഷ്യൻസിൽ നിന്ന് അഡ്മിറ്റഡ് ആയവരിൽ നിന്ന് എന്ത് ചെയ്യണം? കുറച്ചുപേരെ റിമൂവ് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്തൊക്കെ മാറ്റണം. പക്ഷെ ഇൻ ദിസ് കേസ്, ഈ കേസസിൽ നമ്മൾ അഡീഷണൽ ബെഡ്സ് നമുക്ക് ഇടാനുള്ള സൗകര്യങ്ങൾ ഏതെങ്കിലും റൂംസോ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന റൂംസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളോ ഹോസ്പിറ്റൽ പ്രെമിസസിൽ ഉണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ അഡീഷണൽ എമർജൻസി ബെഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് അടുത്ത പ്രൊവിഷൻ, അടുത്ത ഒരുക്കം. ഓക്കെ, അതൊക്കെ പെട്ടെന്ന് ചെയ്യണം വിത്തൗട്ട് എനി ടൈം ഡിലേ. ഒരു സമയത്തിൽ ഒരു ഡിലേയും ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
Then setting up of an information center, information regarding the patients. പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കാനും പറയാനും നമ്മൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരും. അന്നേരം ഒരു ഇൻഫോർമേഷൻ സെന്ററിന് വേണ്ടിയിട്ട് ഒരു കാര്യം സെറ്റപ്പ് ചെയ്യാം. മനസ്സിലായി? ഒരു ഇൻഫോർമേഷൻ സെന്റർ സെറ്റപ്പ് ചെയ്യണം. Then checking of stores and supplies. അവിടെയുള്ള ആവശ്യം വേണ്ട സ്റ്റോഴ്സ്, സ്റ്റോർ ഐറ്റംസ്, ദാറ്റ് മീൻസ് മരുന്നുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെ പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യണം. എന്നിട്ട് ഈ പ്രൊവിഷൻസ് എല്ലാം തന്നെ നമ്മൾ ഇൻ ബിറ്റ്വീൻ മറ്റവര് ബാക്കിയുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നഴ്സസും മറ്റ് പാരാമെഡിക്കൽ നഴ്സസും ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളുമായിട്ട് എൻഗേജ്ഡ് ആകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റ് പേഴ്സണൽസ്, മറ്റ് ജോലിക്കാര് തീർച്ചയായിട്ടും അവർക്ക് ആ ജോലികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. അത് അവരവരുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. അവർ ആ ഉത്തരവാദിത്വത്തോടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമാണോ എന്ന് നോക്കുക. ഇവരിങ്ങനെ ഒരുക്കി വെച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തോ, അഡ്മിഷന് വേണ്ടിയിട്ട് സൗകര്യം ഉണ്ടായിരിക്കാം. അപ്പൊ ഒരിക്കേണ്ടത് അവരാണ്. അങ്ങനെയുള്ള പേഴ്സണൽസിനെ ഓൾറെഡി അവിടെ എന്താ പറയാ അവരുടെ ജോലി അസൈൻ ചെയ്ത് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അക്കോർഡിംഗ് ടു ദാറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ, റിട്ടേൺ ആയിട്ട് വെർബലി പറഞ്ഞത് മാത്രമല്ല, നമ്മൾ റിട്ടേൺ ആയിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട ജോലികൾ എഴുതി വെച്ച് അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ ആ ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ഓരോ കോപ്പി സൂക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇവരുടെ ഡ്യൂട്ടീസ് ഒക്കെ പെടും. അപ്പൊ ആ ഡ്യൂട്ടീസ് അനുസരിച്ച് ഈ പറയുന്ന സജ്ജീകരണങ്ങൾ അല്ലെ, ഒരുക്കങ്ങൾ ഷുഡ് ബി ഡൺ. എന്നാൽ മാത്രമാണ് എഫിഷ്യന്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഡിസാസ്റ്ററിലെ ട്രീറ്റ്മെന്റുകളും മറ്റു കാര്യങ്ങളും നടക്കുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് ഹോസ്പിറ്റലിന് ആ ഒരു രീതിയിൽ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? 5 പോയിന്റ് ഡിസാസ്റ്റർ അലേർട്ടിൽ നടത്തേണ്ട പ്രൊവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ അതില് ആ ഒരു എന്താ പറയാ ഒന്നാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം. ഒന്നാമത്തെയും പിന്നെ 3, 4, 5 ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഒരു ചോദ്യം വരാനുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസാസ്റ്റർ അലേർട്ടിലുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. പോയിന്റ് ഫസ്റ്റ് വൺ ഇറ്റ്സെൽഫ് മേ ബി എ ക്വസ്റ്റ്യൻ കേട്ടോ, ഒരു ചോദ്യമായിട്ടൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് വാട്ട് എവർ അറേഞ്ച്മെന്റ്സ് ഓർ ക്യാൻ ബി ഡൺ അല്ലെ, ഈ സർജറി ഡിപ്പാർട്ട്മെന്റിലെ സർജൻസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ രോഗികളെയൊക്കെ അഡ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സർജറീസിനോ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവേഷൻ ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ ആണ്. ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നടപ്പിലാക്കുക, ആക്റ്റീവ് ആക്കുക. പ്ലാനൊക്കെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു വെക്കുന്നതാണ് പ്ലാൻ. ആ പ്ലാനുകൾ തീരുമാനിച്ചു വെച്ചാൽ മാത്രം മതിയോ? ഇറ്റ്സ് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ്. അതെന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അതിന് കീ പേഴ്സണൽ ദോസ് ഹു ആർ എൻഗേജ്ഡ്, ഈ പറയുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകേണ്ട ആൾക്കാർ ആരാണോ അത് ആ കിട്ടുന്ന മെസ്സേജിന് അതിനനുസരിച്ച് പെട്ടെന്ന് ആക്ട് ചെയ്യണം. മനസ്സിലായി? വെർബൽ മെസ്സേജ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ഓർ ടെലിഫോൺ ഓപ്പറേറ്റർ. ടെലിഫോൺ ഓപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അതനുസരിച്ച് അതൊരു അലേർട്ട് മെസ്സേജ് ആണ്. ആ ഷോർട്ട് ആൻഡ് ക്രിസ്പ് മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ എല്ലാ കീ പേഴ്സണൽസും ഹാവ് ടു ഫോളോ ദെയർ ഇൻഫോർമേഷൻ. അവർ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് പെട്ടെന്ന് തന്നെ they have to make the real activation of the plan. ആ പ്ലാനിന്റെ യഥാർത്ഥമായിട്ടുള്ള പ്രവർത്തനം തുടങ്ങേണ്ടവരാണ് എല്ലാ കീ പേഴ്സണൽസും. മനസ്സിലായോ? അല്ലെങ്കിൽ അവര് വരട്ടെ, ഇവര് വരുന്നതിന് വരെ കാത്തിരിക്കട്ടെ, അങ്ങനെയൊന്നുമില്ല. ആരൊക്കെയാണോ ഓരോ ജോലികൾ അവരിൽ കൊടുത്തിരിക്കുന്നത്, ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ജോലികൾ ചെയ്യാൻ എല്ലാവരും കൃത്യമായിട്ട് ആക്ട് ചെയ്യണം. ആ ഇൻഫോർമേഷൻ ആര് തരുമ്പോ? സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോ. ആൻഡ് അതിന്റെ ഉത്തരവാദിത്തം, റിയൽ ആക്ടിവേഷൻ നടത്താനുള്ള ഉത്തരവാദിത്തം ആരാണ്? നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് ഹൈസ്റ്റ് ലെവലിൽ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും. യു ഹാവ് ടു ആക്ട് അല്ലെ, നമുക്ക് ആക്ട് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ അതിന് പ്രത്യേകം ആളുകളുണ്ട്. അത് തരുന്ന ആളുകളിൽ നിന്ന്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറോ ചീഫ് ഓഫ് ദ ഡിസാസ്റ്റർ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ ഇങ്ങനെയുള്ള ഉയർന്ന ലെവലിൽ നിൽക്കുന്ന അധികാരികള്, അതിന് വേണ്ടപ്പെട്ട അധികാരമുള്ളവര് വിൽ ഗിവ് സം ആക്ഷൻ പ്ലാൻ. ഈ പറയുന്ന പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു എന്ത് കൊടുക്കും? ഒരു എന്താ പറയാ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ അവരാണ് അതിന്റെ ഉത്തരവാദികൾ. അവർ പറയുന്ന അനുസരിച്ച് വേഗം തന്നെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മറ്റെല്ലാ കീ പേഴ്സണൽസും റെഡി ആകണം. ഓക്കെ, മനസ്സിലായോ? റിയൽ റെസ്പോൺസിബിലിറ്റി for the real activation, ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. of the plan should be entrusted to a designated individual at the highest level. ഏറ്റവും മുകളിലുള്ള ലെവലിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റിയൽ ആക്ടിവേഷൻ ഓഫ് പ്ലാനിന് ഉള്ള ഒരു
ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. അവരാണ് ആ വിശ്വാസത്തോടെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അത് ആരായിരിക്കാം? പക്ഷെ അത് ആരായിരിക്കാം? ഡയറക്ടർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓർ ചീഫ് ഓഫ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി. ഇവരാരെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ അത് ആക്റ്റീവാക്കി ചെയ്യണം. ബാക്കിയുള്ള കീ പേഴ്സണൽസ്. അതാണ് ആ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അത് ആ ഹെഡിൽ വന്നതുകൊണ്ട് ആക്ടിവേഷൻ ഓഫ് ഡിസാസ്റ്റർ പ്ലാൻ. ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാം? അതാണ് ആ ഉത്തരം നമ്മളിപ്പോ അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. ഡിസാസ്റ്ററിന്റെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ആളുകൾ ആരാണ് ഹയസ്റ്റ് ലെവലിലുള്ള ഇൻഡിവിജ്വൽ ഹു ഈസ് എൻട്രസ്റ്റഡ്. ആ ഒരു വിശ്വാസത്തോടെ ആ ഒരു എന്താ പറയുക ജോലി നിക്ഷിപ്തമായിരിക്കുന്ന ആളുകളാണ് മേ ബി ഡയറക്ടർ ആകാം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ചീഫ് ഓഫ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി ആകാം. ഓക്കെ, അതാണ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. Yes, under the reception of casualties, and now it is the area of sorting. That means receiving of disaster victims or casualties. അപ്പോൾ നമുക്കറിയാം ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എല്ലാം ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന കാഷ്വാലിറ്റീസിനൊക്കെ നമുക്ക് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യുന്ന ഏരിയ അതാണ് സോർട്ടിംഗ് ഏരിയ അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയ. രണ്ടൊക്കെ ഒന്ന് തന്നെ. റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് ഇവരെ സോർട്ട് ചെയ്യുക. ആർക്കാണ് പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടത്, കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. അങ്ങനെ വീണ്ടും നമ്മളൊരു ട്രയേജ് നടത്തുമെന്ന് പറഞ്ഞല്ലോ. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടേജിലും അവിടെ ഒരു സോർട്ടിംഗ് ആൻഡ് റിസപ്ഷൻ ഏരിയ ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അത് ഓർക്കണ്ടോ? മാറ്റി പറയുന്നൊന്നുമില്ല. ഡിസാസ്റ്റർ സൈറ്റിൽ നമ്മളൊരു ട്രയേജ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ പറഞ്ഞു ട്രയേജ് ഈസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. അത് ഒറ്റ പ്രാവശ്യം നടത്തുന്ന പ്രോസസ് അല്ല. It has to be continued until the patient is transferred to the hospital. ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം, അസസ് ചെയ്യണം. രോഗിയുടെ നിലയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിനനുസരിച്ച് അവരുടെ കാറ്റഗറി മാറും. ചിലപ്പോ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിരുന്ന പേഷ്യന്റ് ഓൺ ദ വേ കുറച്ചും കൂടി അവരുടെ സിറ്റുവേഷൻ മേ ബി കുറച്ചുകൂടി മോശമായിട്ടുണ്ടാകാം. സോ ദാറ്റ് പേഷ്യന്റ് ഹാവ് ടു ബി ഷിഫ്റ്റഡ് ഓർ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഗ്രേഡഡ് ടു ദ ഫസ്റ്റ് കാറ്റഗറി. അവരെന്ത് ചെയ്യണം? ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് മാറ്റണം. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽ വരെ മുമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും inside the hospital premises at the sorting area or receiving area. ഹോസ്പിറ്റലിനകത്ത് പേഷ്യൻസിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പർട്ടിക്കുലർലി കുറച്ച് സ്ഥലങ്ങൾ വേണമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തേതായിരുന്നു റിസീവിംഗ് ആൻഡ് സോർട്ടിംഗ് ഏരിയ. അവിടെ വെച്ചിട്ട് നമുക്ക് ഈ പേഷ്യൻസിനെയൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ദർ ഇഞ്ചുറീസ് ആൻഡ് ഇൽനസ് അഗെയിൻ ദ ട്രയേജ് ഓർ ദാറ്റ് സോർട്ടിംഗ് ഔട്ട് ഈസ് ക്യാരിഡ് ഔട്ട്. വീണ്ടും ആ സോർട്ടിംഗ് രീതി വീണ്ടും നടപ്പിലാക്കും. മനസ്സിലായോ? അതാണ് റിസപ്ഷൻ ആൻഡ് സോർട്ടിംഗ് ഏരിയയിൽ നമ്മൾ കാഷ്വാലിറ്റീസിന് റിസീവ് ചെയ്യുന്നു. ആൻഡ് അഗെയിൻ ദ സോർട്ടിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ ഓഫ് ഇഞ്ചുറി ഓർ ഇൽനസ്. ഇഞ്ചുറിയുടെ അല്ലെങ്കിൽ അവരുടെ ഇൽനസിന്റെ രോഗത്തിന്റെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കി വീണ്ടും നമ്മൾ അവിടെ ഒരു സോർട്ടിംഗ് നടത്തുകയാണ്, ട്രയേജ് നടത്തുകയാണ്. ആൻഡ് നമ്മൾ ഈ ട്രയേജ് നടത്തുമ്പോഴും ദർ ഷുഡ് ബി സഫീഷ്യന്റ് ഏരിയ. ഇത്രയും ആളുകളെയൊക്കെ ഈ മാസ് കാഷ്വാലിറ്റീസിനെയൊക്കെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. I think our sentence this should be a large enough area to cater to the expected number of casualties. ആണ് ഇവിടെ മെമ്പർ എന്നാണ് തോന്നുന്നത്. NU എന്നൊന്ന് ചേർക്കാമോ? ME മാറ്റിയിട്ട് വരുന്ന കാഷ്വാലിറ്റീസിനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും എണ്ണത്തിലധികമുള്ള കാഷ്വാലിറ്റീസിനെ നമുക്ക് മെമ്പറിന് മാറ്റി അവിടെ നമ്പർ ആണ് ME മാറ്റി NU എന്ന് അവിടെ ചേർത്ത് മിസ്റ്റേക്ക് ആയിട്ട്. ഓക്കെ, നമ്പർ. ഓക്കെ, അപ്പൊ ഇത്രയധികം നമ്മൾ പ്രതീക്ഷിതമായ രീതിയിൽ ഇങ്ങനെ പേഷ്യൻസിന് ഇങ്ങനെ കാഷ്വാലിറ്റീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് അവരെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ഏരിയ, അത്രയും ഒരു സോർട്ടിംഗ് ഏരിയ അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആവശ്യത്തിന് അതിനുള്ള സ്ഥലം വേണമെന്ന്. അല്ലാണ്ട് ഒരു പേഷ്യന്റിനെ മാത്രം ഇരുന്ന് നോക്കി ഇങ്ങനെ പെടപെടയെന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കും അല്ലെ? ഒരാളെ നോക്കി കഴിയുന്നതിന് മുമ്പ് അടുത്ത ആളെ കൊണ്ടുവരും. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ സ്വീകരിച്ച് പെട്ടെന്ന് അവരെയൊക്കെ എന്തെങ്കിലും അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ, അവർക്ക് പ്രാഥമികമായി നൽകേണ്ട ചില കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ ICUയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയുക ഐസോലേറ്റഡ് റൂമിലേക്കോ എവിടേക്കോ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ അതിനു മുമ്പ് അവർക്കൊരു ആശ്വാസം കൊടുക്കണം അല്ലെ? ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ആ ഒരു എടുക്കുന്ന 5-10 മിനിറ്റ് ഈ പറയുന്ന കാഷ്വാലിറ്റീസ് ഇങ്ങനെ കൂടുതൽ വരുമ്പോ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഏരിയ വേണം എന്നാണ് പറയാം. ഓക്കെ, ആൻഡ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഓൾറെഡി
എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹോസ്പിറ്റലിൽ സാധാരണ ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദാറ്റ് കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് മേ നോട്ട് ബി സഫീഷ്യന്റ്. അതല്ല നമുക്ക് വേണ്ടത്. ബിക്കോസ് അതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അത്ര വലുതൊന്നും ആയിരിക്കില്ല. അറ്റ് എ ടൈം ഒരു ചിലപ്പോ അരമണിക്കൂറിനുള്ളിലൊക്കെ അധികം ഒന്നും കാഷ്വാലിറ്റീസ് ഒന്നും വരാൻ പോകില്ല. ചിലപ്പോ 1-2 ഒക്കെ വന്നിരിക്കും അല്ലെ, പല സമയങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന് സഫീഷ്യന്റ് സ്പേസ് വിൽ നോട്ട് ബി ദർ അല്ലെ, സഫീഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ പേഷ്യൻസിന് കൊണ്ടുപോകാൻ പറ്റില്ല. അതല്ലാത്ത മറ്റൊരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്താ പറയാ എമർജൻസി ആയിട്ട് ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് സഫീഷ്യന്റ് ഏരിയ ഉണ്ടായിരിക്കണം. ബിക്കോസ് നമ്മുടെ സാധാ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ സൈസ് മേ നോട്ട് സ്യൂട്ട്, അതിന്റെ ആ ഒരു വലിപ്പം എത്രത്തോളം ഇത്ര കാഷ്വാലിറ്റീസിനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് അത് പറ്റില്ല. അല്ലാതെയുള്ള ഒരു എമർജൻസി യൂണിറ്റ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ആൻഡ് ഓൾസോ എന്താ പറയാ ഈ ഡിസാസ്റ്ററിന്റെ ആ ഒരു നേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ കൂടുതൽ ട്രയേജ് രീതികളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിന് ഒരേ സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള പർട്ടിക്കുലർ സ്പേസ് ഉണ്ടായിരിക്കണം. അതുകൂടി ഡിസാസ്റ്ററിൽ നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ റിസീവ് ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ടോന്നുകൂടി നോക്കണം. മനസ്സിലായോ? അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അങ്ങനെ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? Reception and sorting area should be allocated for the receipt of casualties. Their preliminary sorting carried out by nature of illness or injuries. Underline ചെയ്യാം സെന്റൻസ്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസും യെസ്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ഈ പറയുന്ന കാഷ്വാലിറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയ അവരെ റിട്ടൈൻ ചെയ്യാൻ, അവിടെ തന്നെ ചിലപ്പോ എന്താ പറയാ നമുക്ക് വിൽക്കങ്ങളൊക്കെ ചെയ്ത് അവരെ അവിടെ തന്നെ റിട്ടൈൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവരെയൊക്കെ എല്ലാവരെയും എന്താ പറയാ ഏതൊക്കെ രീതിയിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം, പിന്നെ അവരുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ആ ഒരു സ്ഥലത്താണ് നടത്തുന്നത്. റിസീവിംഗ് ഏരിയയിൽ എല്ലാ പേഷ്യൻസിന്റെ ഏകദേശം അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള അത്യാവശ്യം വേണ്ട ചില ഇൻഫോർമേഷൻസ് അവരുടെയൊക്കെ കളക്ട് ചെയ്ത് അതും വെക്കണം. അപ്പൊ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ വേണം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ സോർട്ടിംഗ് സ്റ്റാഫ്, നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെ കൃത്യമായിട്ട് ഈ സോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകള് കൃത്യമായിട്ടാണ് സോർട്ടിങ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതാരും മോണിറ്റർ ചെയ്യും? അത് മോണിറ്റർ ചെയ്യാനാണ് ബൈ ആൻ എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻ ഓർ സർജൻ. അതായത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ഫിസിഷ്യനോ അല്ലെങ്കിൽ സർജന്റെയോ മേൽനോട്ടത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സോർട്ടിംഗ് സ്റ്റാഫ് ആ സോർട്ടിംഗ് പ്രവർത്തനം നടത്തേണ്ടത്. മനസ്സിലായാലുണ്ട്? ഇങ്ങനെ കുറെ തരംതിരിക്കുന്നു ചെക്ക് ഇയാളുടെ അറിവല്ല. കാരണം ദേ ഹാവ് എക്സ്പീരിയൻസ്. ആർക്ക്? ഫിസിഷ്യൻസിനും സർജൻസിനും അവരുടേതായ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ പറയുന്ന രോഗത്തെ ആളുടെ നേച്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇത് ഇങ്ങനെയാണ്, ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ട ആളാണ്, അല്ല മറ്റേ ആളെ കാണുമ്പോൾ ഇല്ല കുഴപ്പമില്ല, ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല. സോ ഇവരുടെ നിരീക്ഷണത്തിലാണ് സോർട്ടിംഗ് സ്റ്റാഫ് സോർട്ടിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യേണ്ടത്. അതാണ് അത് ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. ഇത് അണ്ടർലൈൻ ചെയ്യാം. The sorting staff should manage and should be managed and managed എന്നുണ്ടോ, should be managed and supervised by an experienced physician or surgeon. Managed എന്ന് വരുമ്പോൾ നമ്മളുടെ സെന്റൻസിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആവുള്ളൂ. സോർട്ടിംഗ് സ്റ്റാഫ് ഷുഡ് മാനേജ് എന്നുള്ളതല്ല, മാനേജ്ഡ്, അവരെ മാനേജ് ചെയ്യണം. ഈ സെന്റൻസ് വരുമ്പോൾ ഇവർ മാനേജ് ചെയ്യുന്ന രീതിയിലായി. ഓക്കെ, യെസ്. ആൻഡ് ഓൾസോ ഈ പറയുന്ന റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, സഫീഷ്യന്റ് സപ്ലൈസ് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, ഇത് ഓൾ ഷുഡ് ബി പ്രൊവൈഡഡ്. അതായത് പേഷ്യന്റിനെ കൃത്യമായിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും കൃത്യമായിട്ട് സോർട്ടിംഗ് ആ ഒരു റിസീവിംഗ് ഏരിയയിൽ അതിനു വേണ്ടിയിട്ടും ഉള്ള അറേഞ്ച്മെന്റും ഉണ്ടായിരിക്കും. അപ്പൊ റിസപ്ഷൻ ഏരിയയിൽ വാട്ട് ആർ ദ ടാസ്ക് ടു ബി കണ്ടക്ടഡ് ബൈ ഈച്ച് ആൻഡ് എവറി പേഴ്സണൽസ്. ഈ പറയുന്ന സോർട്ടിംഗ് ഏരിയ റിസീവിംഗ് ഏരിയയിൽ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവിടെ കുറച്ച് പേഴ്സണൽസ് കൃത്യമായിട്ട് ആ സമയത്ത് അവരവിടെ വേണം. അത് ആരൊക്കെയാണെന്നും അവരെന്തൊക്കെയാണ് അവരുടെ ടാസ്ക് എന്താണെന്നും ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഇതുപോലെ നമുക്ക് ഒരു ടേബിൾ പോലെ തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ഈസി. അത് പെട്ടെന്ന് കുറച്ചുകൂടി ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ എഴുതുന്നതിനേക്കാള് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആരൊക്കെയാണ് റിസീവിംഗ് ഏരിയ റിസപ്ഷനിൽ, റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസ്
ഡ്യൂറിങ് എ ഡിസാസ്റ്ററിൽ പെട്ട ആളുകളെ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അവിടെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ താൽക്കാലികമായി എസ്റ്റാബ്ലിഷ് ചെയ്ത കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ ഹു ആർ ദ പേഴ്സണൽസ് അറ്റൻഡന്റ്, ആരൊക്കെയാണ് ഈ പേഴ്സണൽസ് ജോലിക്കാർ, ആരൊക്കെയാണ് ഇവർ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും അവർ ചെയ്യേണ്ട പ്രവൃത്തി, അവരുടെ ടാസ്ക് എന്താണെന്നും ഇതൊരു ചെറിയ ഇതുപോലെ കൊടുത്തത്. സോ ലെറ്റ്സ് സീ ഹു ആർ ദ പേഴ്സണൽസ്. അപ്പൊ പേഴ്സണൽസിനെ കുറിച്ച് പറയാണ്. ആരാണെന്ന് അറിയാമോ? ഡോക്ടറാണ്. ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം. എന്തിനാണെന്നറിയോ? ചെക്കിംഗ് പ്രയോറിറ്റി. അതായത് കൂടുതൽ ആരെയാണ് ഏറ്റവും ആദ്യം മുൻഗണന കൊടുത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വിടേണ്ടത്, ആ ഒരു ചെക്കിംഗ് പ്രൊസീജിയർ നടത്താൻ വേണ്ടി ഒരു ഡോക്ടർ സാധാരണഗതിയിലാണെങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ അധികം ഡോക്ടേഴ്സ് വേണ്ടി വരും. സോ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഡിസാസ്റ്റർ ആൻഡ് ഓൾസോ ദ നേച്ചർ ഓഫ് കാഷ്വാലിറ്റീസ്. ഏത് തരത്തിലുള്ള ഡിസാസ്റ്റർ ആയിരുന്നു എന്നും ഏതൊക്കെ എത്ര നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് അധികം വരുന്നുണ്ട് എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്ത് ആണ് പറയുന്നത്. ഒരു നോർമൽ ആണെങ്കിൽ ഒരു ഡോക്ടർ ആ ചെക്കിംഗ് വേണ്ടിയിട്ടാണ്, പേഷ്യൻസിന്റെ പ്രയോറിറ്റി ചെക്ക് ചെയ്യാനാണ് ഒരു ചെക്കിംഗ് പ്രയോറിറ്റിക്ക് വേണ്ടി ഒരു ഡോക്ടർ. 2 nurses, 2 nurses ആണ് ഈ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാൻ. ഇതിനു വേണ്ടി ചെക്കിംഗ് ഡോക്യുമെന്റേഷൻ, ഈ പേഷ്യന്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരണം കിട്ടുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം. അല്ലെങ്കിൽ ഇവർക്കടേതായ രീതിയിൽ ആ പേഷ്യന്റിനെ കണ്ടിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോട്ട് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കാൻ nurses. Then one clerical staff ആണ്. ക്ലറിക്കൽ സ്റ്റാഫ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഈ പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള വാല്യുബിൾസ് അവരുടെ കയ്യിലോ സ്റ്റെറിൻസിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള മൂല്യമുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ചില സ്വർണ്ണമോ അല്ലെങ്കിൽ പൈസയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാല്യുബിൾസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയാ ക്ലിയർ ചെയ്ത് ഇവരുടെ കയ്യിലായിട്ട് ഏൽപ്പിക്കുക. അത് പേഷ്യന്റിന്റെ തിരിച്ചു ഏൽപ്പിക്കാനുള്ളതാ. പിന്നീട് പേഷ്യന്റിനെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് തിരിച്ചേൽപ്പിക്കാനുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ടായിരിക്കും. ടു അറ്റൻഡൻസ് ആണ്, 2 അറ്റൻഡന്റുമാര് വിളിക്കുമ്പോ കൂടി വരാൻ. എന്തിനു വേണ്ടിയിട്ടാ? ഇവർക്ക് മെഡിക്കൽ കംഫർട്ട് കൊടുക്കാൻ, ലൈക്ക് ചില റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട്. റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വയ്യാതെ നിൽക്കാൻ അവർക്ക് ചിലപ്പോൾ വെള്ളമോ ഇച്ചിരി ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഘട്ടങ്ങളിൽ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഡിസാസ്റ്ററിൽ നിന്ന് കൊണ്ടുവരുന്നവരല്ലേ പെട്ടെന്നുള്ള ഒരു ഇതാണ്, ഒരു വലിയ ട്രോമയിലേക്കൊക്കെ പോകുന്നത് ഈ ആഘാതമൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ അല്ലെ, അതിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ, അവരുടെ മനസ്സിനെ ഒന്ന് ഇതാക്കാൻ ശാന്തമാക്കാൻ പറ്റുന്ന ആശ്വാസത്തിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനാണ്. മാത്രമല്ല സം ഇൻഫോർമേഷൻസ് ടു ബി പ്രൊവൈഡഡ് ടു ദ റിലേറ്റീവ്സ്. കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പിന്നീട് കേട്ടും കണ്ടൊക്കെ അറിഞ്ഞ ആൾക്കാർ ഓടി വരുവേ. അപ്പൊ അവർക്ക് വേണ്ട പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനോ, പിന്നെ മാത്രമല്ല ഈ പേഷ്യൻസിനെയൊക്കെ ഇവിടുത്തെ ഫസ്റ്റ് റിസീവിങ് ഏരിയയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എവിടേക്കൊക്കെ കൊണ്ടുപോകണം, ആ കൊണ്ടുപോകേണ്ട സ്ഥലമൊക്കെ ഡിറക്ട് ചെയ്യാൻ, സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് 2 അറ്റൻഡൻസ്. ഇപ്പൊ നോർമൽ കേസിൽ റിസപ്ഷൻ ഏരിയയില് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡിസാസ്റ്ററിൽ പെട്ട കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുമ്പോൾ ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ വേണ്ട അത്രയും ആ റിസപ്ഷന്റെ മാത്രം കാര്യമാണ് പറയുന്നത്, അവിടെ വേണ്ട പേഴ്സണൽസിന്റെ കാര്യമാണ് പറയുന്നത്. സോ 1 doctor, 2 nurses, 1 clerical staff. ഫസ്റ്റ് കാറ്റഗറി, ഒന്നാമത്തെ കാറ്റഗറിയില് അതാണ് ഉദ്ദേശിച്ചേക്കണേ. ഒന്നാമത്തെ കാറ്റഗറിയിൽ വേണ്ടത് ഡോക്ടറാണ്. ആ ഒരു കാറ്റഗറി ചെക്ക് ചെയ്യാനായിട്ട് പ്രയോറിറ്റി ഏത് പേഷ്യൻസിന് ആദ്യം കൊണ്ടുപോകണം, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടാസ്ക് അറ്റ് ദ റിസപ്ഷൻ, ആ പേഴ്സണൽസും അവരുടെ ടാസ്കും. അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ പ്രയോറിറ്റി ചെക്ക് ചെയ്യാനായിട്ട്, നഴ്സസ് ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട്, മെഡിക്കൽ സ്റ്റാഫ് പേഷ്യൻസിന്റെ വാല്യുബിൾസ് ഒക്കെ പേഷ്യൻസിന്റെ റീഅഷുറൻസിന് വേണ്ടി, അവർക്ക് അവരുടെ ഒരു ഉറപ്പിന് പേഷ്യൻസിന് ഈ ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സ്റ്റാഫ്. പിന്നെ അറ്റൻഡൻസ് 2 പേര്, അത് മെഡിക്കൽ കംഫർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ടീ പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും, ഇൻഫർമേഷൻസ് ടു ദ റിലേറ്റീവ്സ് പാസ് ചെയ്യാനും, അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിലുള്ള പേഷ്യൻസിനെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡിറക്ട് ചെയ്യാൻ, അവരൊക്കെ നയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, തന്നെ നമ്മൾ പറഞ്ഞു എന്താ പറയാ, നഴ്സസ് ഈ പറയുന്ന ഡോക്യുമെന്റേഷൻസ് ചെയ്യുന്നു അല്ലെ, എന്തൊക്കെയെങ്കിലും വിവരങ്ങൾ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന സം ഇമ്പോർട്ടന്റ് എന്താ പറയാ ഐഡന്റിഫിക്കേഷൻ ചില കാര്യങ്ങളൊക്കെ ഇവർ നോട്ട് ചെയ്യും. ആ ഡോക്യുമെന്റ്സിൽ എന്തൊക്കെയാണ് വരാം, ഈ മിനിമം ഡോക്യുമെന്റേഷൻ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എന്തൊക്കെയാണ് ഇവര് ഡോക്യുമെന്റ് ചെയ്യുന്നത്. ലൈക്ക് ജനറൽ ഡാറ്റ, ലൈക്ക് നെയിം, സെക്സ്, ഏജ്, അതാണ് പേരും അവര് എന്താ പറയാ സ്ത്രീയോ പുരുഷനോ എന്നുള്ളതും, അതുപോലെ തന്നെ പ്രായം ഏകദേശമൊക്കെ അറിയാൻ പറ്റുന്നവരിൽ നിന്ന് അറിയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇവരെല്ലാം പ്രത്യേകം ഉണ്ടാക്കും. കാരണം കുറെ പേരറ്റിങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലപ്പോ നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകളുടെ ബേസിസിലല്ലേ അവർക്ക് അവരെ ആളറിയണ്ടേ, ആളറിയാതെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ട്
നെയിം, ഏജ്, സെക്സ് അത് വേണം. ജനറൽ ഡാറ്റയാണ്. പിന്നെ മെഡിക്കൽ ഡാറ്റ പ്രിപ്പയർ ഇൻപേഷ്യന്റ്, അതായത് മെഡിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആണോ അതല്ല വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് വിടാൻ പറ്റും, മാറ്റാം, ഇവരെ എവിടെ നിന്ന് മാറ്റാൻ പറ്റുന്ന അങ്ങനെ ഇൻപേഷ്യന്റിന്റെ കാർഡോ ഔട്ട് പേഷ്യന്റ് കാർഡോ അത് എന്താണോ അത് പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും എന്താ പറയാ ഡോക്യുമെന്റുകളൊക്കെ അതിന് തയ്യാറാക്കണം. ജനറൽ കണ്ടീഷൻ, സ്പ്ലിൻ ടോർണിക്കെ, എന്താ പറയാ സ്പ്ലിന്റ് ടോർണിക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്പ്ലിന്റ് എന്ന് പറഞ്ഞാലേ ഈ കാലുകളുടെ അസ്ഥികളൊക്കെ ചിലപ്പോ വലിയ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ അടുത്തേക്കോ ഒക്കെ വന്നിട്ടായിരിക്കും ചില ഡിസാസ്റ്ററിയിൽ പേഷ്യൻസിനെ കൊണ്ടുവരാം. അപ്പൊ വലിയ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഫ്രാക്ചേഴ്സ് ബോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി വരുന്ന ചില ഉപകരണങ്ങളാണ്. സ്പ്ലിന്റ് എന്ന് പറയുന്നതാണ് ഒരു ഫ്ലെക്സിബിൾ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് ബോൺസിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനം. പിന്നെ എന്താ പറയാ ടോർണിക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു റബ്ബറിന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു തരം ക്ലോത്ത് മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ട് ഒരു ബാൻഡ് പോലെ ഈ ബ്ലഡ് ഒക്കെ ഫ്ലോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ശരീര ഭാഗത്ത് നിന്നൊക്കെ ആ ബ്ലഡിന്റെ ഓവർഫ്ലോ തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കുന്ന ഒരു ബാൻഡാണ് ടോർണിക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ എന്താ പറയാ ഉണ്ടായിരിക്കണം. അതൊക്കെ ഉണ്ടോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടൊക്കെ ആളുകളുടെ പേഷ്യൻസിനെയൊക്കെ ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയാ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അത് ഡോക്യുമെന്റ് ആയിട്ട് വെക്കണം. പിന്നെ ഒരു അഡ്മിഷൻ രജിസ്റ്റർ, അതായത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയ്ക്കൊക്കെ ശേഷം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഇന്ന പേഷ്യൻസ് ആണെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഇത്തരം മിനിമം ഡോക്യുമെന്റേഷൻസ് ഷുഡ് ബി കെപ്റ്റ്. ഈ പറയുന്ന റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ ഇത്തരം മിനിമം ഡോക്യുമെന്റേഷൻസ് എങ്കിലും അവിടെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കണം. പിന്നീടുള്ള റെഫറൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? മിനിമം ഡോക്യുമെന്റേഷൻസിൽ ജനറൽ ഡാറ്റ ലൈക്ക് നെയിം, ഏജ്, സെക്സ്, പിന്നെ മെഡിക്കൽ ഡാറ്റ, പ്രിപ്പയറിംഗ് ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് കാർഡ്സ്, പിന്നെ ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് വിത്ത് നമ്മുടെ സ്പ്ലിന്റ്, ടോർണിക്കെ എന്താണെന്ന് ഞാൻ അവിടെ എഴുതി തരാം കേട്ടോ, ചെറുതായിട്ടൊന്ന് എഴുതി തരാം. എന്താണത് ഉപകരണമാണ്, ഡിവൈസ് ആണ് രണ്ടും. അതെ, അതിൽ ഒരെണ്ണം നമ്മുടെ ബ്ലഡ് ഒക്കെ ഫ്ലോ ചെയ്യാൻ, ടോർണിക്കെ അതാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ ബ്ലഡ് ഫ്ലോയിനൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് ടൈറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അത് ബാൻഡ് ആകാം. ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ റബ്ബർ ട്യൂബ് പോലെ ഇങ്ങനെ കെട്ടി നമ്മുടെ ഇതൊക്കെ എടുക്കുമ്പോഴേ ബ്ലഡ് ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെ ചെയ്യാറുണ്ട്, കെട്ടി വെച്ചിട്ട് ചില ആൾക്കാർ ഈ വെയിലിങ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിവെക്കും ഇല്ലേ? അങ്ങനെ ചെയ്തിട്ടില്ലേ? ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടോ അതെല്ലാം സാധനം തന്നെയാണ്. ഞാൻ എഴുതി തരാം, നമ്മുടെ ക്ലാസ് തീരുന്നതിന് മുമ്പ് എഴുതാം. ഇനി ട്രയേജ് അറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഇതൊക്കെ വീണ്ടും പറയുന്നതാ. ഹോസ്പിറ്റലിൽ when they arrive, the patients arrive at the hospital, again we have to make the triage. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, the conditions may have changed on the way അല്ലെ. വീണ്ടും ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നമ്മൾ വീണ്ടും ട്രയേജ് കൊടുക്കുന്നുണ്ട്. കാരണം അവര് വരുന്ന വഴിക്കൊക്കെ ഈ പറയുന്ന ആളുടെ കണ്ടീഷൻസ് മാറ്റം വരാൻ സാധ്യതകളുണ്ട്. സോ when patients are arriving at the hospital, they need some re-triage, വീണ്ടും ഒരു സോർട്ടിങ്ങിന്റെ ആവശ്യം വരുന്നുണ്ട്. ബിക്കോസ് they may subject to many changes in their condition. അവരുടെ കണ്ടീഷൻസിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ റീ-ട്രയേജ് ഹോസ്പിറ്റൽസിലേക്ക് എത്തിയാലും ചെയ്യുന്നുണ്ട്. അപ്പോ എന്താ പറയാ, നമുക്കറിയാം ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ an influx of casualties കൂടുതൽ അറ്റ് എ ടൈം തന്നെ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വീണ്ടും അവരെ ട്രയേജ് നടത്തി വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർജന്റ് ആയിട്ട് വേണ്ട ആൾക്കാരെയും അത് കഴിഞ്ഞിട്ട് വേണ്ട വരുന്ന കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് എന്ത് ചെയ്യുന്നത്, പ്രയോറിറ്റൈസ് ചെയ്ത് വീണ്ടും അവരെ കാറ്റഗറൈസ് ചെയ്യുന്നു ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുന്ന കാറ്റഗറൈസേഷനെ വീണ്ടും പ്രയോറിറ്റി 1ഉം 2ഉം 3യുമായിട്ട് തരംതിരിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ട്രയേജ് ആണ്. അപ്പോ എന്താ പറയാ, ശരിക്കും വരുന്നത് 2 ആണ്, പക്ഷെ മൂന്നാമത് ഒരെണ്ണം കൂടി അവര് പ്രയോറിറ്റി 3. That means those who require only some attention at the spot, ആ സ്പോട്ടിൽ വേണ്ടി മാത്രം വരുന്നവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ല, ഈ സ്പോട്ടിൽ അറ്റൻഷൻ വേണ്ടവർ മാത്രവും, അതുപോലെ തന്നെ those who do not require any എന്താ പറയാ ട്രീറ്റ്മെന്റ് ബിഫോർ they are not going to survive, there is no chance of survival, അങ്ങനെയുള്ളവരെ പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി 3 എന്നും കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ 2 ഉള്ളൂ. ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മളൊരു റീട്രയേജ് ഒക്കെ നടത്തുമ്പോൾ ആ ട്രയേജിന്റെ ബേസിസിൽ ഈ പറയുന്ന രോഗങ്ങൾ ഉള്ളവരെ, രോഗങ്ങൾ മീൻസ് ഇത്തരം കേസസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുന്നു, നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പൊ പ്രയോറിറ്റി 1ല് ഇത്തരം എമർജൻസി വിത്തിൻ 1 hour
ഒരു മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ആൾക്കാർ ഈ പറയുന്ന വിഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഇത്തരം കണ്ടീഷൻസ് ആയിട്ട് വരുന്നവരെയാണ് പ്രയോറിറ്റി 1 വൃത്തിയാക്കണേ. എന്താണത്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ വന്നിരിക്കുന്ന പേഷ്യൻസ്, ദാറ്റ് മീൻസ് ദേ റിക്വയർ ട്രീറ്റ്മെന്റ് വിത്തിൻ 1 hour. ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിരിക്കണം. അത് ഏതൊക്കെ കണ്ടീഷൻസിൽ വരുന്നവരെയാണ്? കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സം എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. പ്രയോറിറ്റി 1 വരാൻ സാധ്യതയുള്ളത്, ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ എന്താ പറയാ, നമുക്ക് പ്രയോറിറ്റി 1 വരാൻ സാധ്യതയുള്ളതൊക്കെയാണ്. ഒന്ന്, അക്യൂട്ട് കാർഡിയോ റെസ്പിറേറ്ററി ഇനാഡക്വേറ്റ്, ശ്വാസമൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, അതൊക്കെ ഒന്നാമത്തെ കാറ്റഗറി. പ്രയോറിറ്റി 1 ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് റീട്രയേജ് നടത്തുമ്പോൾ വരുന്ന കാറ്റഗറൈസേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അതിന് പ്രയോറിറ്റി 1 കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അക്യൂട്ട് കാർഡിയോ റെസ്പിറേറ്ററി ഇനാഡക്വേറ്റ്, മനസ്സിലായി? ആവശ്യത്തിന് ശ്വാസം എടുക്കാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ. സിവിയർ ആയിട്ടുള്ള ഹെമറേജ്. എന്താ ഹെമറേജ് എന്ന് പറഞ്ഞാൽ? ബ്ലീഡിംഗ് ആണ് അല്ലെ, രക്തസ്രാവം. ഭയങ്കരമായിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ്, ശരീരത്തിൽ ഒത്തിരി ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെ സിവിയർ ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ സിവിയർ ഹെമറേജ് എന്ന് വിളിക്കുക. ഇന്റേണൽ ബ്ലീഡിങ്, ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതും ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ആണ്. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ റപ്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ്, അകത്ത് ഉള്ളിലേക്കുള്ള എന്തെങ്കിലും അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലും തകരാറുകള്, തകർച്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന് ഭയങ്കരമായിട്ട്, ഇപ്പൊ ലൈക്ക് നമ്മുടെ ഹാർട്ടിന് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ലങ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും വലിയ ആഘാതത്തിൽ നിന്ന് എന്തെങ്കിലും ഉള്ളിലേക്കൊക്കെ ചിലപ്പോ ബോൺസ് ഒക്കെ ഉള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെ വലിയ സിവിയർ ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും തകർച്ച വന്നാല് അവരെയും, സിവിയർ ഷോക്ക്, ഭയങ്കരമായ ഷോക്ക് ആയിട്ടുള്ള പേഷ്യൻസിനെ, ഭയങ്കര ഷോക്ക് ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ളവരെയും, അതുപോലെ തന്നെ സ്കൾ ഇഞ്ചുറീസ് ആണ് വിത്ത് കോമ സ്റ്റേജിൽ പോലെ എന്ന് വെച്ചാൽ ഒരു അൽക്കോലും ഒന്നുമില്ലാതെ സ്കൾ ഇഞ്ചുറിയുമായിട്ട് വരുന്നത്. സ്കളാണ്, സ്കില്ലല്ല, SKULL ആണ്. നിങ്ങളുടെ ബുക്കിൽ അങ്ങനെയാണോ? സ്കൾ എന്നാണോ സ്കിൽ എന്നാണോ? സ്കൾ എന്നാക്കിയിട്ടുണ്ട് അല്ലെ? അല്ല, സ്കൾ നമ്മൾ ബാക്കി സ്കില്ലാണ് കിടക്കുന്നത്, തിരുത്തണേ. ഇഞ്ചുറീസ് വിത്ത് കോമ. അപ്പൊ ഈ പറയുന്ന ഇത്രയും കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ വരുന്ന ആളുകളെ നമ്മൾ കാറ്റഗറി പ്രയോറിറ്റി 1 എന്ന് അവര് റീട്രയേജിൽ ഹോസ്പിറ്റൽസിൽ എത്തിക്കഴിയുമ്പോൾ നടത്തി കഴിയുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഇത്രയും ആളുകളെ എന്ത് ചെയ്യണം? വിത്തിൻ 1 hour, ഒരു മണിക്കൂറിനുള്ളിൽ they have to be treated. അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ക്ലിയർ ആയോ? ഇത് എക്സാമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. പ്രയോറിറ്റി 1 റീട്രയേജിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അക്യൂട്ട് കാർഡിയോ റെസ്പിറേറ്ററി ഇനാഡക്വേറ്റ്, സിവിയർ ഹെമറേജ്, ഇന്റേണൽ ബ്ലീഡിംഗ്, റപ്ചർ ഓഫ് ഇന്റേണൽ ഓർഗൻസ്, സ്റ്റേറ്റ് ഓഫ് സിവിയർ ഷോക്ക്, സ്കൾ ഇഞ്ചുറീസ് വിത്ത് കോമ. യെസ്, ഇനി പ്രയോറിറ്റി 2 എന്തൊക്കെയാണ് വന്നേക്കണേ? എമർജൻസി കേസസ്, ഇവിടെ ഒരു സം എക്സാമ്പിൾസ് എന്നാണ് അത്. പ്രയോറിറ്റി 2 എമർജൻസി കേസസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു വെയിറ്റ് ഫോർ എ ഫ്യൂ hours ബിഫോർ ഓപ്പറേറ്റിംഗ്. എല്ലാവരുടെ ഇത്തരം ഇവരെയൊക്കെ നമ്മൾ നോക്കുക, പരിചരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ കുറച്ച് അവേഴ്സ് വേണമെങ്കിൽ അവർക്ക് ഡിലേ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത അത്തരം എമർജൻസി കേസസ് ആണ് പ്രയോറിറ്റി 2 വരാം. സം എക്സാമ്പിൾസ് ആർ എന്നാണ്. സമ്മ് എന്നും ഐയും കൂടി ആയിപ്പോയത് SOME കേട്ടോ. SONIC എന്നാ കിടക്കുന്നത്, അത് മാറ്റി SOME എന്നാക്കാം. സം എക്സാമ്പിൾസ് ആർ. ഓക്കെ, ഇനി ഈ പറയുന്ന വിഭാഗത്തിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് തന്നിരിക്കുന്നത്? ഇൻറ്റെസ്റ്റിനൽ ലെസിയൻസ്, സിവിയർ ഹെമറേജ്, അതായത് നമ്മളുടെ എന്താ പറയാ ഇൻറ്റെസ്റ്റിനൽ, നമ്മളുടെ കുടലിന്റെ ഇഞ്ചുറീസ്, അത് തന്നെ കുടലിന്റെ ഇഞ്ചുറീസ്, പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവങ്ങള്, അത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ്, പിന്നെ ഓപ്പൺ ജോയിന്റ് ആൻഡ് ബോൺ ഇഞ്ചുറീസ് എന്ന് വെച്ചാൽ ഓപ്പൺ ജോയിന്റ് ഇങ്ങനെ എല്ലൊക്കെ പൊട്ടി ഇങ്ങനെ ജോയിന്റ് ഒക്കെ വിടർന്ന്, അതായത് അറിയാം നമ്മള് കുഴ തെറ്റിയതും പിന്നെ അസ്ഥിക്ക് കുഴ തെറ്റുക, പിന്നെ അസ്ഥിയിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകുക, മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് വിത്ത് ഷോക്കും അതിന്റെ ഒപ്പം പല പല അവിടെ ഇവിടെ ആയിട്ട് കുറെ ഇഞ്ചുറീസ് മുറിവുകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവര്. എക്സ്റ്റെൻസീവ് ക്ലോസ്ഡ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻസ്,
അതായത് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള പൊട്ടലുകൾ, അസ്ഥിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷതങ്ങള്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിസ്ലൊക്കേഷൻസ്, കുഴതെറ്റില്, മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അതത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല. പിന്നെ സ്കൾ ഇഞ്ചുറീസ് വിത്തൗട്ട് കോമ അല്ലാത്ത സ്കൾ ഇഞ്ചുറീസ്, കോമയിലേക്കൊന്നും പോയിട്ടില്ല, സ്കൾ ഇഞ്ചുറീസ്. അപ്പൊ നമ്മൾ നേരത്തെ കോമ അതുപോലെ തന്നെ സ്കൾ ഇഞ്ചുറി കൂടി വരുമ്പോഴാണ് അത് പ്രയോറിറ്റി 1 പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രയോറിറ്റി 2 എമർജൻസി കേസസിന് എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. intestinal lesions, severe hemorrhage, open joint and bone injuries, multiple injuries with sharp, extensive closed fractures and dislocations, skull injuries without coma. Okay. Yes, ini priority 3 നമ്മൾ നേരത്തെ പറഞ്ഞു. ദാറ്റ് മീൻസ് അറ്റൻഷൻ ഓൺലി ടു ബി ഗിവൺ അറ്റ് ദ സ്പോട്ട്. നമ്മൾ ആ സ്പോട്ടിൽ മാത്രം നമുക്ക് അവർക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് അവർക്ക് മോർ സീരിയസ് ആയിട്ടുള്ള കേസസ് ഒന്നുമില്ല. ഇനി മാത്രമല്ല, ഈ പറയുന്ന വിഭാഗത്തിൽ തന്നെ എന്താ പറയാ, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളതും, ദാറ്റ് മീൻസ് വിതൗട്ട് നോ ചാൻസ് ഓഫ് സർവൈവൽ, രക്ഷപ്പെടാൻ യാതൊരു ചാൻസ് ഇല്ലാത്തവരെയും ഈ കാറ്റഗറി തന്നെയാണ് ഹോസ്പിറ്റൽസ് പെടുത്തുക. എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് ആയിട്ടോ പ്രാഥമികമായ എന്തെങ്കിലും പ്രിലിമിനറി ഒരു മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്ത് മാറ്റാൻ പറ്റുന്ന വിഭാഗവും, അതോടൊപ്പം തന്നെ നമ്മളിപ്പോ വെറുതെ ശുശ്രൂഷിച്ച് സമയം കളയുന്നതല്ലാതെ അവരെ സർവൈവ് ചെയ്യിപ്പിക്കാൻ യാതൊരു ചാൻസ് ഇല്ലാത്തവരെയും ഈ ഒരു കാറ്റഗറി 3 അല്ലെങ്കിൽ പ്രയോറിറ്റി 3 പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് അനുസരിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട, മെഡിക്കൽ കെയർ കൊടുക്കേണ്ടവരാണെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് വിടുക, ട്രീറ്റ് ചെയ്യുക, സ്പോട്ടിൽ തന്നെ മാറ്റാം. അതിനുശേഷം സീരിയസ് ആയിട്ടുള്ള കേസസ് ആണ്, നോ ചാൻസ് ഓഫ് സർവൈവൽ ആണെങ്കിൽ അവർക്ക് വേണ്ട ആശ്വാസത്തിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അവര് നമുക്ക് എന്താ പറയാ, ഇങ്ങനെ അവിടെ നിന്ന് മാറ്റാനോ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊന്നും നമുക്ക് വെറുതെ സമയം കളയാനൊന്നും ഇല്ല എങ്കിൽ അങ്ങനെ ഓക്കെ, അവരെ വെറുതെ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇഫ് ദർ ഈസ് ടൈം ആഫ്റ്റർ കൺസൾട്ടിങ് ഈ പറയുന്ന പ്രയോറിറ്റി 1 പ്രയോറിറ്റി 2 ഉള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ നോക്കി പരിചരിച്ചു, അതെല്ലാം കഴിഞ്ഞു, സമയം ഉണ്ടെങ്കിൽ എന്താ പറയാ, ഇവരെ നമുക്ക് നോക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഈ രീതിയിലായിരിക്കും. അതെല്ലാം ഇവരെ അത് കഴിഞ്ഞതിന് ശേഷം adequate time ഉണ്ടെങ്കിൽ ഇവരും കൂടി ആവശ്യം എന്താ പറയുക, ഒരു ആശ്വാസം അല്ലെ, എന്തെങ്കിലും പരിചരിക്കുന്നതിന്റെ ആശ്വാസം എന്ന് വെച്ചാൽ അത്രയും വേസ്റ്റ് കണ്ടീഷനിലാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റിന്റെ സമയം നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കാതെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി അല്ലെ, മനുഷ്യജീവനാണ്, പക്ഷെ എങ്കിലും അതായത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റുമല്ലോ ആരെയും നമുക്ക് സേവ് ചെയ്യാം, ആരുടെ ലൈഫിനെ സേവ് ചെയ്യാം എന്നൊക്കെ അവർക്ക് അറിവുണ്ട്. ബിക്കോസ് ദേ ഹാവ് എക്സ്പീരിയൻസ്, അവർക്ക് അതിന്റെ അനുഭവമുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവത്തിന്റെ രീതിയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വെൻ ദ സോർട്ടിങ് സ്റ്റാഫ്, ഈ സോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ണ് ആരെ വേണം, എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് സർജന്റെ കണ്ണ് ഇതിൽ വേണം. ആ സോർട്ട് ചെയ്യുന്ന രീതി ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, so according to the studies അവർ പറയുന്നത് about 60% of all casualties need definite hospital treatment and a third of these will undergo emergency surgery. പഠനങ്ങളിൽ നിന്ന് പറയുന്നത് ഇതാണ്, ഏകദേശം ഒരു 60% ആളുകൾ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നവര്, ഒരു തേർഡ്, അതിന്റെ ഒരു 1/3, ഒരു 10-20 പേര്, 10-20% എന്ത് ചെയ്യാ, സർജറി വേണ്ടവരൊക്കെ ആയിരിക്കാം ഈ പറയുന്ന വിഭാഗങ്ങളിലൊക്കെ വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, നമ്മളുടെ പ്രയോറിറ്റി 1 പ്രയോറിറ്റി 2 എക്സാമ്പിൾസും ഉണ്ട്. ഇനി പ്രയോറിറ്റി 3 ഈ ഒരു സെന്റൻസ് ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനകത്ത് ആരാ വരിക എന്നുള്ളത്. ഗിവൺ അറ്റൻഷൻ ഓൺ ദ സ്പോട്ട്, പിന്നെ to the more serious cases among those with a chance of survival. Okay, കേട്ടോ. ഈ ഒരു സെന്റൻസ് കേട്ടോ, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യാം.
യെസ്, അടുത്തത് പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയാസ് ആൻഡ് അലോക്കേഷൻ ഓഫ് പേഷ്യൻസ്. പേഷ്യന്റിനെ ഹോൾഡ് ചെയ്യാനുള്ള ഏരിയ, അതുപോലെ തന്നെ പേഷ്യന്റിനെ പല സ്ഥലത്തേക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ള ഏരിയ, ഇതൊക്കെ നമ്മളുടെ ഹോസ്പിറ്റലില് കൃത്യമായിട്ട് വേണം. അക്യൂട്ട് കെയർ വാർഡ്സ്, അതായത് നമ്മൾ കെയറിന് കൊടുക്കാൻ പറ്റിയ വാർഡുകള്, പേഷ്യന്റിനെ കൂടുതൽ പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാനുള്ള വാർഡുകള്, പിന്നെ മറ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഓൾ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇതൊക്കെ എന്തായാലും ഹോസ്പിറ്റലിന്റെ ഡിസാസ്റ്റർ പ്ലാനിലുണ്ട്. സോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പ്ലാനിൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇവരെ ഹോൾഡ് ചെയ്യാനും ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനും അവരുടെ മറ്റ് ഫെസിലിറ്റീസിനുള്ള സൗകര്യങ്ങളും ഒക്കെ എന്തായാലും പ്ലാനിലുള്ളത് പോലെ തന്നെ നടപ്പിലാക്കിയിരിക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം എന്നാണ്. ആൻഡ് ഓൾസോ അവൈലബിൾ മാൻ പവർ റിസോഴ്സസ്. പിന്നെ അത് വേണം, ഇതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അതിനനുസരിച്ച് ജോലിക്കാരും വേണം ഹോസ്പിറ്റലിൽ. ആൻഡ് ഓൾസോ എക്യുപ്മെന്റ്സ് വേണം, അല്ലെ? അപ്പൊ അങ്ങനെ, അതായത് നമുക്ക് പേഷ്യൻസിനെ പല സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനോ എന്ത് അറേഞ്ച്മെന്റ് ചെയ്യാനും മാൻ പവർ വളരെ അത്യാവശ്യമാണ്. പ്ലാനിൽ നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഓൾ ദാറ്റ് എക്സ്പാൻഷൻ, ആ എല്ലാ തരത്തിലുള്ള എക്സ്പാൻഷൻസും ഹോസ്പിറ്റൽസിൽ നടത്തിയിരിക്കണം. ആൻഡ് they can also use the nearby vacant buildings for holding patients. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസിനകത്ത് സ്ഥലമില്ല, വലിയ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ പരിസരത്ത് വേറെ പുതിയതായിട്ട് നമുക്ക് താൽക്കാലികമാണെങ്കിലും നമ്മൾ ഇവരെയൊക്കെ പാർപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇവരെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഏരിയ ഇല്ല. ജസ്റ്റ് ഇമാജിൻ, അങ്ങനെയുള്ള സന്ദർഭങ്ങളില് there may be some halls, സ്കൂൾസ്, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഹൗസസ് മേ ബി വേക്കന്റ് ആയിട്ട് കിടക്കണ്ടാവും. തൊട്ടടുത്ത് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ട് കേട്ടോ, അധികം ഒരുപാട് കിലോമീറ്ററുകളുടെ അകലെയല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ അവരുടെ പ്ലാനിൽ വേണം. ഇൻ കേസ് ഇങ്ങനെയൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ഈ ഒരു ബിൽഡിങ്സ് ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാൻ, കാരണം നമ്മൾ നേരത്തെ പ്ലാനിൽ ഉൾപ്പെടുത്തി ചോദിച്ചു പുറത്തേക്ക് വെച്ചേക്കണം. ആ സമയത്ത് ചോദിച്ചു തന്നിട്ടില്ല, അയ്യോ ഈ ഒരു കെട്ടിടം തരുമോ, നമുക്ക് കുറെ പേഷ്യൻസ് ഉണ്ട്, കാഷ്വാലിറ്റീസ് ഉണ്ട്, ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സൗകര്യം ഹോസ്പിറ്റൽസിന്റെ പ്രൊവീസസിനകത്തില്ല. സോ വിൽ യു പ്രൊവൈഡ്, അന്ന് തരുമോ, അതിന്റെ താക്കോൽ എവിടെ, അതിന്റെ ഓണർ ആരാ, അന്നേരം എല്ലാം കൂടി ചാടി നമ്മൾ അന്വേഷിക്കണ്ടേ. ഇതൊക്കെ നമ്മുടെ ഈ പ്ലാനിൽ ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളുടെ എന്താ പറയാ, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ക്ലാസ്സുകളൊക്കെ 2 ദിവസം മുമ്പ് തുടങ്ങി, എന്താ പറയാ, വെള്ളമൊക്കെ കൂടി മഴ അധികമായതുകൊണ്ട് there was no classes, സ്കൂൾസ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ വെള്ളം പൊങ്ങി കൂടുതൽ എന്താ പറയാ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോ അടുത്ത പ്രദേശങ്ങളില് കൂടുതൽ ആളുകളിലേക്ക്, കുറച്ചധികം താഴ്ന്ന പ്രദേശത്തുള്ള ആളുകളുടെ വീടുകളിലേക്ക് പെട്ടെന്ന് വെള്ളം കയറി. അപ്പൊ ആ വെള്ളം കയറിയ വീടുകളിലെ ആളുകൾ വിചാരിച്ചു ഓക്കെ 2 ദിവസത്തേക്കല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പണ്ട് മുതലുള്ളതാ സ്കൂളിന്റെ കെട്ടിടങ്ങളൊക്കെ അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ ക്ലോസ്ഡ് ആണെങ്കിലും അധികാരപ്പെട്ടവർ വന്നതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഈ പറയുന്ന വെള്ളത്തിൽ കിടന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്ത് അവരെ അവിടേക്ക് പാർപ്പിക്കും, അല്ലെ? അതിനുശേഷം പിന്നീട് വീണ്ടും പൊങ്ങി വന്നപ്പോഴും നമ്മൾ കൂടുതൽ ആളുകള് സേഫ് ആകാൻ വേണ്ടി നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിലൊക്കെ ആളുകൾ 2 നിലയിലേക്ക് വീട് ഉണ്ടായിരുന്നവരും എന്ത് ചെയ്തു, സ്കൂളിൽ നമ്മൾ അഭയം തേടി. അപ്പൊ എന്താ, അവരത് അടച്ചുപൂട്ടി ഇരുന്നില്ല. എന്ത് ചെയ്യുന്നു, ആ ഒരു ഡിസാസ്റ്ററില് നമുക്ക് ആളുകളെ രക്ഷിക്കണം. സോ ഇത്തരം കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളൊക്കെ അവരവിടെ മേക്ക് യൂസ് ചെയ്തു. ലൈക്ക് വൈസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസിന് ഇങ്ങനെ കൊണ്ടുവരുമ്പോ അവിടുത്തെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ മാത്രമല്ല ബിൽഡിങ്സിന്റെ റൂമുകൾ മൊത്തം അവൈലബിൾ അല്ല എങ്കിൽ തൊട്ടടുത്ത് ഇതുപോലെയുള്ള ഒഴിഞ്ഞ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? Nearby buildings for the use as auxiliary wards or holding areas if necessary. വേണമെങ്കിൽ പറ്റുമെങ്കിലും നമുക്ക് അടുത്തുള്ള കെട്ടിടങ്ങളൊക്കെ ഈ പറയുന്ന വാർഡുകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് അടുത്തുള്ള ബിൽഡിങ്സ് ഒക്കെ ഉപയോഗിക്കാം. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നേ. The plan എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ പ്ലാൻ ആണ് കേട്ടോ, വെറുതെ പ്ലാൻ അല്ല. The plan, disaster plan should provide for expansion of the hospital by using nearby buildings for use as auxiliary wards or as holding areas if necessary. അടുത്തലും പറയേണ്ടത് നമുക്ക് എന്താ പറയാ, വാർഡുകളായിട്ട് അവിടെ അടുത്തുള്ള വല്ല മുറികൾ വേക്കന്റ് ആയിട്ട് കിടക്കുന്നു, ക്ലാസ് റൂമുകൾ വേക്കന്റ് ആയിട്ട് കിടക്കുന്നു. ദിസ് ഓൾസോ ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ദ ഹൗസിംഗ് ഓഫ് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റീസിനെ പാർപ്പിക്കാനായിട്ട് ഇത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക്, അതൊക്കെ അന്നേരമല്ലാന്ന് പ്രീ ഡിറ്റർമിൻഡ് പ്ലാനിൽ നേരത്തെ കൂട്ടി തീരുമാനിച്ച് അതിന് വേണ്ട ഉറപ്പ് അവരെന്ന് വാങ്ങിച്ചിരിക്കണം. നമ്മളൊരു വീട് കണ്ടോണ്ട് ഇവിടെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കണം, അല്ലെ? 2018 വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞു,
അത് വലിയ ഇതായിട്ടൊക്കെ വെള്ളം വന്നൊക്കെ പോയി. പിന്നെ 2019 ഒരു 3 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോ വെള്ളമൊക്കെ ഇച്ചിരി സ്ഥലത്ത് കൂടി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞു വെച്ചു, വെള്ളം വരുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും. എവിടെ നമ്മളുടെയൊക്കെ വെള്ളം കയറാതിരുന്ന സ്വന്തക്കാരുടെയോ ബന്ധക്കാരുടെയോ ഒക്കെ വീട്ടിലും വിളിച്ചിരുന്നേ, ഇവിടെ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മഴയുണ്ട്, ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഓടിക്കരിച്ചില്ല, എന്ത് ചെയ്യണം, കുറച്ച് ദിവസം നിൽക്കാനുള്ളതല്ലേ. അപ്പൊ നേരത്തെ കൂട്ടി പ്രീ ഡിറ്റർമിൻ ചെയ്ത് നമ്മൾ അങ്ങനെ ഉറപ്പിച്ചിരിക്കണം. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് ഒരുങ്ങാം. പ്രിപ്പയർഡ് അല്ലെ. കൊച്ചുങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോ നമുക്ക് വേണ്ട ചെറിയ സൗകര്യം വേണമെങ്കിലും ഒരുക്കി തരണമെങ്കിൽ അവർക്കും ഒന്ന് പ്രിപ്പയർഡ് ആവണം അല്ലെ. ഓടിച്ചിടാൻ പറ്റില്ല. അതുപോലെ ഹോസ്പിറ്റൽസിൽ ഇതുപോലെയുള്ള ഒത്തിരി ഒഴുക്ക് ഇതുപോലെ കാഷ്വാലിറ്റീസുമായിട്ട് വരുമ്പോ ഈ അടുത്തുള്ള ഇത്തരം കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പറഞ്ഞ് പ്രീഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കണം. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അവിടെ വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അവിടെ വരെ അതുകൂടെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പറയുന്നു. ഇതൊരു ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും കുറെയൊക്കെ നമ്മൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടും വലിയ എളുപ്പമുള്ള ഭാഗമാണ് അല്ലെ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ചില ആളുകൾ ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ പേരുകളൊക്കെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, കാണാതെ പഠിക്കണമെങ്കിൽ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് കുറെയൊക്കെ നമുക്ക് തന്നെ ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇവിടെ വരെ അടുത്ത ദിവസം വീണ്ടും വായിച്ചിട്ടൊക്കെ വരിക. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ ഓക്കെ അല്ലേ? ഈ ഒരു നോട്ടൊന്നുമില്ല അല്ലേ. സ്പ്ലിന്റ് ആൻഡ് ടോർണിക്കറ്റ് ഓക്കെ ഒന്ന് എഴുതി. യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ഇന്നലെ പറയാന്ന് പറഞ്ഞാൽ അതും മറന്നുപോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, പക്ഷെ ഞാൻ വിളിച്ചത് തോന്നണേലോ എന്ന് വിചാരിച്ചു. അതുകൂടി എഴുതിക്കോ. യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ്, അതിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ അടുത്ത് തന്നെ ഒരു ഹൈഫനൊക്കെ അണ്ടർലൈൻ ചെയ്തു, അല്ലെങ്കിൽ മാർജിന്റെ മുകളിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ഹൈഫനൊക്കെ എഴുതാം. allowing agencies, allowing ALLOWING ഈ മെഡിക്കൽ കമാൻഡ് ആണ്, അല്ലെങ്കിൽ യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ആണ് അനുവാദം കൊടുക്കുന്നത്. allowing all agencies with functional or with functional ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ functional 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 or geographical responsibilities, geographical 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 responsibilities for an incident. എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന ആ ഒരു പ്രത്യേക സിസ്റ്റം, അതിനെയാണ് യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് എന്ന് വിളിക്കാം. സ്പ്ലിന്റ് ചെയ്താം. ഷോർട്ടായിട്ട് തരണുണ്ട്, ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ആർക്കെങ്കിലും നോട്ട് എഴുതിയപ്പോ കിട്ടാത്തുണ്ടെങ്കിൽ ഒരു പറഞ്ഞു തരുവേ, നോട്ട് ചെയ്യാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. സ്പ്ലിന്റ് ചെയ്ത എ റിജിഡ് ഫ്ലെക്സിബിൾ ഡിവൈസ്, എ റിജിഡ് RIGID റിജിഡ് ഫ്ലെക്സിബിൾ ട്യൂബ് that maintains 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 in position a displaced സ്ഥാനം മാറിയ എല്ലൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്നതൊക്കെ അസ്ഥിയൊക്കെ അതാണ് displaced 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 or movable part മാറ്റാൻ പറ്റുന്ന ഭാഗം movable part of broken bones or broken bones ഒടിഞ്ഞ അസ്ഥികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി വരുന്ന ഒരു പ്രത്യേക ഒരു ഡിവൈസ് ആണ് കേട്ടോ സ്പ്ലിന്റ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ടോർണിക്കെ. ടോർണിക്കെ എന്നാണ് അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. TOURNIQUET എന്നുണ്ട്, പക്ഷെ ആ ടി അവിടെ നമുക്ക് സൈലന്റ് ആണ്, പറയുമ്പോൾ അങ്ങനെയാണ് ടോർണിക്കെ. A strip of cloth, a strip of cloth or rubber. ഏതാണ് ടോർണിക്കെ?
A strip, STRIP, strip of cloth. തുണിയുടെ പോലത്തെ ഒരു കഷ്ണം സ്ട്രിപ്പ് ആയി. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതില് വലിപ്പത്തിലേ ഒരു നാട പോലെ. സ്ട്രിപ്പ് ഓഫ് ക്ലോത്ത് ഓർ റബ്ബർ, RUBBER, റബ്ബർ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ റബ്ബർ പോലത്തെ ഒരു സാധനം. യൂസ്ഡ് ടു സ്റ്റോപ്പ് ബ്ലഡ് ഫ്ലോ. യൂസ്ഡ് ടു സ്റ്റോപ്പ് ബ്ലഡ് ഫ്ലോ. ബ്ലഡിന്റെ ഫ്ലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റബ്ബറിന്റെ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് ഓഫ് ക്ലോത്തോ ആണ്. ഞാൻ വലിയ മുക്കി ഇതാക്കി വെച്ചിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? ഒന്ന് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിൽ. സോ സി യു നെക്സ്റ്റ് ഡേ. ബൈ.